ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിന്നൊരു തിരക്ക് പിടിച്ച ദിവസമായിരുന്നു കേട്ടോ. ഇങ്ങോട്ട് നോക്കിക്കേ, എവിടെ പോണ്? കല്യാണത്തിന് പോവാണോ? സെറ്റ് പറഞ്ഞ സെറ്റ് പറയും. തനു ബേബി പറഞ്ഞ പോലെ നമുക്കിന്നൊരു കല്യാണത്തിന് പോകണം. പിന്നെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് ഇൻഷ ഇല്ല കേട്ടോ. ഇൻഷാനെ സ്കൂളിൽ വിട്ടിട്ടുണ്ട്. കുറേ ദിവസമായി. ഇപ്പോൾ ഹസ്ബൻഡ് വന്ന പിന്നെ ഇൻഷാക്ക് ലീവ് തന്നെ ആയിരുന്നു. 4 days ലീവ് എടുത്ത് അങ്ങനെ ഇന്നോളം സ്കൂളിൽ വിട്ട്. തനു ബേബിയും പിന്നെ ഞാനും സിസ്റ്റേഴ്സും ഹസ്ബൻഡും കൂടിയിട്ട് നമ്മൾ ഇന്നലെ മെഹന്തി ഫംഗ്ഷൻ്റെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ കസിൻ്റെ കല്യാണമാണ്. അതിന് പോവാണ്. അവിടുത്തെ മൊത്തം വിശേഷങ്ങളൊന്നും വ്ളോഗിലില്ല കേട്ടോ, കാരണം ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് വന്നതാണ്. വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് കുറച്ച് ബിസി ആയിരുന്നു. ഇങ്ങനെ കല്യാണ ഹാളിലായിരുന്നത്. അവിടെ എത്തി. അവിടെ പിന്നെ ഭയങ്കര അടിപൊളിയായിരുന്നു. അവരുടെ ഇതൊക്കെ ഗ്രൂം സൈഡിൻ്റെ അതാണ് ഈ കാണുന്നത്. എൻ്റെ വോയിസിന് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ, കാരണം രാത്രി ഒരു ട്രിപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ലേറ്റായിട്ട് കിടന്നുറങ്ങിയാണ്. രാവിലെ വോയിസ് ഓവർ കൊടുക്കുന്നതാണ്. ഇതിപ്പോൾ ഇവളെന്നെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഇവരുടെ ഡാൻസ് വീഡിയോ എടുക്കാനാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് വീഡിയോ വ്ളോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അവർ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കുറച്ച് വീഡിയോസ് എടുത്ത്. ഈ പാട്ട് പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തോന്നുന്നുണ്ട്, അഴകിയ ലൈല, അത് കളിച്ച്. പിന്നെ ഇതെന്തായാലും മനസ്സിലാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ല, ട്രെൻഡിങ് ആയതുകൊണ്ട്. അങ്ങനെ ഇവരുടെ അതൊക്കെ ഡാൻസ് വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. അവിടുന്ന് ബിരിയാണിയും ഇതൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ റിട്ടേൺ വരുന്ന വഴിക്ക് ഇൻഷാനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോയി. എന്താ വെച്ചാൽ നമുക്കൊന്ന് മാംഗ്ലൂർ പോകണം. പിന്നെ ഞങ്ങളിന്ന് അനിയത്തിൻ്റെ കൂടെ പോവാണ് മലപ്പുറത്ത് അവരുടെ വീട്ടിലേക്ക്. അങ്ങനെ അവിടുന്ന് ഇൻഷാൻ്റെ സ്കൂളിലെത്തി. അവിടെ പ്ലേ ടൈം ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഇൻഷാനെ കൂട്ടിയിട്ട് നമ്മൾ വീട്ടിൽ പോയിട്ട് പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്തിട്ട് മാംഗ്ലൂർ പോകാനുണ്ട്. ഇൻഷ സ്കൂളിലത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ രാവിലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നെ പിക്ക് ചെയ്യാൻ വരാമെന്നൊക്കെ. അപ്പോൾ അത് ചോദിച്ചുകൊണ്ട് നിൽക്കായിരുന്നു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഉമ്മ ഡ്യൂട്ടിക്ക് പോയില്ലേ, ഇന്നെ മാത്രം സ്കൂളിൽ വിട്ടതെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ പെട്ടെന്ന് വീട്ടിൽ പോയിട്ട് നെക്സ്റ്റ് ഇതിപ്പോൾ മാംഗ്ലൂർ പോവാണ്. ഇന്നലെ കുറേ മഞ്ഞ് കൊണ്ടുകൊണ്ട് എൻ്റെ സൗണ്ട് മൊത്തത്തിൽ കൊളായി കിടക്കുകയാണ്. പിന്നെ ഞാൻ ലേറ്റ് ആക്കിയാൽ വീഡിയോ ഇങ്ങനെ പെൻഡിങ് ആവും. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇപ്പം തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യം സിറ്റി സെൻറ്ററിലാണ് കേട്ടോ പോയത്. അവിടെ ഒരു ചെറിയ കാര്യം ഉണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നമ്മൾ പെട്ടെന്ന് ഇറങ്ങി, കാരണം വൈകുന്നേരമായിരുന്നു ട്രെയിന്. അപ്പോൾ ഇത് ഓൾറെഡി ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. തിരക്ക് പിടിച്ചിട്ട് ഓടാണ്. ഇന്ന് സ്റ്റുഡിയോയിൽ കയറാനുണ്ടായിരുന്നു. ഇതൊരു പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു ട്രിപ്പാണ്. ട്രിപ്പ് അങ്ങനെ വലിയതൊന്നുമല്ല. അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നൊരു സ്ഥലത്തേക്ക് പോകണം, അതാണ് മെയിൻ. ഇത് റിട്ടേൺ വരുന്ന വഴിക്ക് അവിടെ ഒരു കുലുക്കി ഷോപ്പുണ്ട്. നല്ല ടേസ്റ്റാണ്, അടിപൊളി കുലുക്കിയാണ് കേട്ടോ. ഇത് മാംഗോ പൈനാപ്പിൾ മിക്സാണ്. ഞാൻ എപ്പോൾ വന്നാലും ഇതൊന്നേ ട്രൈ ചെയ്യലുള്ളൂ. വേറെ കുറേ ഉണ്ട് അവിടെ, പക്ഷെ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. അങ്ങനെ അതും മേടിച്ചിട്ട് അവിടുന്ന് നേരെ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയിട്ട് വീഡിയോ അങ്ങനെയൊന്നും എടുത്തില്ല. ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയായി, കാരണം നമുക്ക് ട്രെയിൻ മിസ്സാവും. ഒരു ഒറ്റ മിനിറ്റിൻ്റെ ഗ്യാപ്പിലാണ് കേട്ടോ നമ്മൾ ട്രെയിന് കിട്ടിയത്. ഞങ്ങൾ ഓട്ടോയ്ക്കാണ് പോയത് സ്റ്റേഷനിലോട്ട്. എന്താണെന്ന് വെച്ചാൽ കാർ എടുത്തിട്ടുണ്ടെങ്കിൽ റിട്ടേൺ കാർ എടുത്തുകൊണ്ട് വരാൻ ആരുമില്ല. ഞങ്ങളുടെ കൂടെ അളിയൻ വരുന്നില്ല, അളിയൻ കുറച്ച് ബിസി ആയിരുന്നു. അങ്ങനെ നമ്മൾ മാത്രമേ പോകുന്നുള്ളൂ, ഞാനും അനിയത്തിയുടെ ഹസ്ബൻഡ്, പിന്നെ എൻ്റെ ഹസ്ബൻഡ്. അങ്ങനെ ഒറ്റ മിനിറ്റിൽ മിസ്സായി പോകേണ്ട ട്രെയിൻ എങ്ങനെയും കിട്ടി. ട്രെയിനിൽ കയറിയിട്ട് പിന്നെ ഇവരുടെ ഇതും കളികളും ഇതൊക്കെ ആയിരുന്നു. നമുക്ക് ടിക്കറ്റ് കിട്ടിയില്ല റിസർവേഷൻ ചെയ്യാൻ. ലോക്കൽ ടിക്കറ്റ് എടുത്തിട്ട് പിന്നെ സ്ലീപ്പറിൽ കയറിയിട്ട് മാറ്റുക ചെയ്തത്. ആദ്യമൊന്നും സീറ്റില്ല പറഞ്ഞിട്ട് നമ്മളവിടെ കിട്ടിയ ഒരു സീറ്റിലിരുന്നു. പിന്നെ കുറച്ച് അങ്ങ് എത്തിയപ്പോഴാണ് നമുക്ക് സ്ലീപ്പറിൽ സീറ്റ് കിട്ടിയത്. ടി ടി ആണെങ്കിൽ വൺ കലിപ്പായിരുന്നു, സീറ്റില്ല പറഞ്ഞിട്ട്. പിന്നെ എന്തൊക്കെയോ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും ലാസ്റ്റ് ഒപ്പിച്ചിട്ട് 2 സീറ്റ് എടുത്ത്, എന്നിട്ട് അതിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വന്നത്. ട്രെയിനിൽ കയറിയ പിന്നെ അറിയാലോ, എന്ത് ചപ്പും ചവറും കിട്ടിയാലും കഴിക്കും, അങ്ങനത്തെ അവസ്ഥയാണ്. എന്തൊക്കെയോ ലേസും അതും ഇതൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രാത്രി ഒരു 12 മണിയാകുമ്പോഴത്തേനും കുറ്റിപ്പുറം സ്റ്റേഷനെത്തി. ഇവരുടെ വീടിൻ്റെ അവിടേക്ക് പോകാനുള്ള
നമ്മൾ തിരക്ക് പിടിച്ച് ഈ ട്രിപ്പ് പ്ലാൻ ചെയ്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡ്യൂട്ടിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ലീവ് കിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ ഒരു തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. തട്ടുകടയിലാകുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഫുഡ് കിട്ടുമല്ലോ. ഇതിപ്പോൾ കപ്പയും ബീഫും കഴിക്കണതാണ്. ഭയങ്കര ഇഷ്ടമാണ് ഹസ്ബൻഡിന് ഇത്. ഞാൻ ഹസ്ബൻഡ് എന്ന് പറയുന്നില്ല കേട്ടോ, കാരണം ഞാൻ ആളെ റാഷിച്ചാന്നാണ് വിളിക്കുക, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിൽ പോയി. ഇനി ആ ട്രിപ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വ്ളോഗിൽ ചെയ്യാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക് യു, ബൈ.